കവിഞ്ഞ ഗ്യാലറിക്ക് മുന്നിൽ ആവേശകരമായ ഫുട്ബോൾ മത്സരം നടന്നെങ്കിലും വിജയിക്കാനാവാത്തതിന്റെ നിരാശയിലാണ് മലപ്പുറത്തിന്റെ ക്യാപ്റ്റൻ അനസ് എടത്തുടുകയും തൃശൂരിന്റെ നായകൻ CK വിനീതും. സൂപ്പർ ലീഗ് കേരളത്തിന്റെ ഫുട്ബോൾ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഇരുവരും പറഞ്ഞു. പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്നും മഹേഷ് പോലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സൂപ്പർ ലീഗ് കേരള മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ ആവേശകരമായ ഒരു മത്സരത്തിന് ശേഷമാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം രണ്ട് ക്യാപ്റ്റന്മാരും ചേരുകയാണ്. അനസ് എടത്തുടിക ഒപ്പം CK വിനീത്. രണ്ടുപേരും ഒരു ഗംഭീര മത്സരമാണ്. ഒരു പക്ഷേ ഗോൾ വീണില്ല, എന്നാൽ പോലും ഈ സൂപ്പർ ലീഗിലെ ഏറ്റവും മനോഹരമായ ഒരു മത്സരത്തിനാണ് മഞ്ചേരി ഇന്ന് സാക്ഷ്യം വെച്ചത്. ഞാൻ ആദ്യം മലപ്പുറത്തുകാരനോടൊന്ന് ചോദിക്കുകയാണ്. അനസ് ഇവിടുത്തെ രണ്ടാമത്തെ ഹോം മാച്ച് അല്ലേ? അപ്പം വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷയല്ല വന്നത്, പക്ഷേ ഇന്ന് ചെറിയൊരു നിരാശയുണ്ടോ? തീർച്ചയായിട്ടും ഏത് ടീമാണെന്നുണ്ടെങ്കിലും കളിക്കുന്ന ടീമിന് റിസൾട്ടിലേക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെ. ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള നിൽക്കും, മലപ്പുറത്താരൻ നിൽക്കും, ഹോം മാച്ച് എന്നുള്ള നിൽക്കും സാഡ് ഉണ്ട്. കാരണം ഒരുപാട് അൾട്രാസ് ഫാൻസ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വരുന്ന അവർക്ക് നിരാശ എന്തായാലും ഉണ്ടാവും. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യും, നെക്സ്റ്റ് മാച്ച് ട്രൈ ചെയ്യും ജയിക്കാനും വേണ്ടിയിട്ട്. ഓക്കെ CK, ഒരു നല്ല മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നു. പ്രത്യേകിച്ച് പന്തുമായി മുന്നേറുമ്പോൾ പലപ്പോഴും CK പന്തുമായിട്ട് മുന്നേറുന്ന സമയത്ത് അനസാണ് പലപ്പോഴും അവിടെ തടയാനുണ്ടായിരുന്നത്. പക്ഷേ അതങ്ങോട്ട് കടക്കാൻ സാധിച്ചില്ല. എന്തായാലും ഒരു പ്രതീക്ഷിച്ച റിസൾട്ട് അല്ലെങ്കിൽ പോലും ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് അത്ര ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ മാച്ചാണ് ഇതിനകത്ത് നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ വല്ലാതെ ഡിഫെൻഡ് ചെയ്ത പോലെ തോന്നി എനിക്ക്. ഞാനടക്കം ഈ ബോക്സിൻ്റെ അടുത്തായിരുന്നു. ലൈക്ക് ഏത് ടീമിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് ശരിയാണ്, പക്ഷെ നമ്മൾ ഓവർ ഇവരെ റെസ്പെക്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. നമ്മൾ കൂടുതലും നമ്മളെ ബോക്സിൻ്റെ അടുത്തായിരുന്നു നമ്മൾ കൂടുതലും ഉണ്ടായിരുന്നു. ഈവൻ ഞാനടക്കം വന്നിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന അവസ്ഥയാണ്. അറ്റാക്ക് നമ്മൾ വളരെ കുറച്ച്, അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്ക് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നത് അതല്ല. മാച്ചിൽ അത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആണ് ഇന്നത്തെ മാച്ചിൽ. പക്ഷേ ഒരു പോസിറ്റീവ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടി എന്നുള്ളതാണ്. ഇത്രയും 2 കളി ഞങ്ങൾക്ക് പോയിന്റ് ഉണ്ടായിരുന്നില്ല. ഒരു പോസിറ്റീവ് കിട്ടി എന്നുള്ളത് എന്താ പറയുക, ഒരു പോസിറ്റീവാണ്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഐ ആം ടോട്ടലി ഡിസപ്പോയിൻറ്റഡ്. ഓക്കെ, എന്തായാലും വരും മത്സരങ്ങളിൽ കുറെ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. കുറെ കൂടി ടീം അംഗങ്ങൾ വന്നു, ഒത്തിണക്കത്തോടു കൂടി പരിശീലനം അതിനുശേഷം സാധിച്ചേ പറ്റൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 കളി തോറ്റത് സെറ്റ് പീസ് കൊണ്ടാണ്, കളിക്കാത്തത് കൊണ്ടല്ല ഞങ്ങൾ തോറ്റത്. സെറ്റ് പീസിൻ്റെ ഗോളുകൾ വാങ്ങിയതാണ് ഞങ്ങൾ തോറ്റത്. കളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളാണ് കൂടുതൽ ചാൻസ് ഉണ്ടാക്കിയത്, ഞങ്ങളുടെ അടുത്തായിരുന്നു കൂടുതൽ ബോൾ പൊസിഷൻ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സ്റ്റാറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കളിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടി മോശമായിട്ട് തോന്നിയ കളി, അല്ലെങ്കിൽ അത്ര ആ ലെവലിനകത്ത് വരാത്തതായിട്ട് തോന്നിയ കളി. ഇമ്പ്രൂവ് ചെയ്യണം. ഇമ്പ്രൂവ് ചെയ്തില്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എല്ലാ ടീമുകളും ഒരേ ലെവലിലുള്ള ടീമുകളാണ്. അപ്പോൾ ഇവരെ ജയിക്കണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടില്ല നമുക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള എന്താ പറയുക, ഇനിയിപ്പം 24-നാണ് അടുത്ത മാച്ച്. അതിൽ നമുക്ക് അടുത്ത കുറച്ചും കൂടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ വരാം. അനസ് പറഞ്ഞതുപോലെ നിരാശയുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഗാലറിയിൽ നിങ്ങളുടെ മലപ്പുറത്തിന്റെ കളി കാണാൻ എത്തുന്ന ആരാധകരുണ്ട്. അവരെ തൃപ്തിപ്പെടുത്തുക, അവർ നിങ്ങൾ പന്തുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ കയ്യടി തരുന്നുണ്ട്. അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? കാത്തിരിക്കാൻ തന്നെയാണ്. തീർച്ചയായിട്ടും വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്തായാലും. കാരണം ആരും തോൽക്കാനും വേണ്ടിയിട്ടും സമനിലയ്ക്കും വേണ്ടിയിട്ട് മാച്ച് കളിക്കില്ല. ആസ് എ ഫുട്ബോൾ പ്ലെയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ 15-16 കരിയറിൽ ഡിസപ്പോയിൻ്റ് തന്നെ. നാട്ടിൽ നിന്ന് കളിക്കുക, റിസൾട്ട് ഇല്ലാതിരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ജയിക്കലുന്നത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മാച്ചിന് വേണ്ടി ട്രൈ ചെയ്യും നമ്മൾ. മലപ്പുറം വലിയ തോതിൽ വലിയ നിരാശ വന്നത് കോഴിക്കോടിനായിട്ടുള്ള മത്സരത്തിലായിരുന്നു. 3 ഗോളുകൾ കോഴിക്കോട് കളിക്കാൻ വരുന്നുണ്ട്. കോഴിക്കോട്ടുകാരോട് എന്താണ് പറയാറുള്ളത്? ഫുട്ബോളാണ് തീർച്ചയായിട്ടും. ഒരു പക്ഷേ 5-6 ജർമ്മനി ബ്രസീലിന് 7 ഗോൾ അടിച്ചിട്ടുണ്ട്. അതിലപ്പുറമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഫുട്ബോളാണ്, തീർച്ചയായിട്ടും നമ്മൾ ഫൈറ്റ് ബാക്ക് ചെയ്യും. എന്താണെന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലെയർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ ഫൈറ്റ് ചെയ്യണം റിസൾട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ CK, ഇത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സൂപ്പർ ലീഗ് കേരള നമ്മുടെ താരങ്ങൾക്ക് കുറെ കൂടി നിങ്ങൾക്കൊപ്പം 23 വയസ്സിൽ താഴെയുള്ള ഒരുപാട് ഓക്കെ അതൊക്കെ എനിക്ക് 27 ഏജ് ഇപ്പോഴത്തെ 27 ആണെന്ന് പറയാം. ഞാൻ ചോദിക്കുന്നത് ഒരു കളി കണ്ടിട്ട് നമുക്ക് 36-37 അല്ല, അത് തോന്നിയിട്ടില്ല. ഞാൻ അവസാന കളി വരെ നിങ്ങൾ രണ്ടാളും നേർക്കുനേർ വരുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര ത്രില്ലടിച്ച ഒരു മത്സരമാണ്. കണ്ടിട്ട് നമ്മൾ തീരുമാനിച്ചാണ് ഇടയ്ക്ക് നീ പോവും ഇടയ്ക്ക് ഞാൻ പോവും എന്നുള്ളതൊക്കെ. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ സൂപ്പർ ലീഗ് കേരള നമുക്ക് വരുത്തുന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് കണ്ടമാനം ചാൻസ്, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ തന്നെ 90ഓളം മലയാളി പ്ലേയേഴ്സിന് ചാൻസ് കിട്ടുവാണ്. അതായത് അവർക്ക് അവരുടെ പെർഫോമൻസ് കാണിക്കാൻ. സാധാരണ ഇപ്പോൾ നമ്മളിവിടെ KPL നടന്നാലും അല്ലെങ്കിൽ വേറെ ലീഗ് നടന്നാലും പുറത്താരും അത് കാണുന്നില്ല. ഇപ്പോൾ ഇത് ലോകം മൊത്തം കാണുവാണ്. സ്റ്റാർ സ്പോർട്സ് ഹോട്ട്സ്റ്റാറിൽ ടെലികാസ്റ്റ്. അത് മാത്രമല്ല ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നത്.
ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. അത് അടുത്ത കൊല്ലം ISL പോവാം, I ലീഗ് പോവാം, അല്ലെങ്കിൽ അതിന് മേലെ പോകാൻ പറ്റുവാണെങ്കിൽ മേലെ പോവാം. അതായത് അവർക്ക് അവരെ പെർഫോമൻസ് കാണിച്ചു കൊടുക്കാനും വലിയ വലിയ ടീമുകളിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ വളർത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇത് മര്യാദയ്ക്ക് മുന്നോട്ടേക്ക് പോയാൽ. കോഴിക്കോടാണ് അടുത്ത കളി. മിഠായിത്തെരുവുള്ള സ്ഥലമാണ്, മധുരമുള്ള സ്ഥലമാണ്. പക്ഷെ അത്ര മധുരമായിരിക്കില്ല. കോഴിക്കോട് ഒരു ഗംഭീര ടീമാണ്. എന്താണ് കോഴിക്കോടിനെ എങ്ങനെ നേരിടാനാണ് തൃശ്ശൂർ? അല്ല, എല്ലാ ടീമും ഒരേപോലെയാണ്. അങ്ങനെ കോഴിക്കോടിന് വലിയ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇവരെടുത്ത് കളിച്ച് ജയിച്ചു എന്നല്ല, ഇവർ കൊച്ചിനെ തോപ്പിച്ചാണല്ലോ. കൊച്ചിൻ്റെ അടുത്ത് അവർക്ക് ജയിക്കാൻ പറ്റില്ല. അതെല്ലാവരും ലൈക്ക് ഓരോ ദിവസത്തെ പ്രത്യേകത മാത്രമാണ്. ഇപ്പോൾ അന്ന് ഞങ്ങളാണ് നല്ലോണം കളിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ്. അന്നത്തെ ദിവസം വരട്ടെ, അപ്പോൾ അന്ന് കാണാം ആര് ജയിക്കുന്നു എന്നുള്ളത്. അതാണ്, അപ്പോൾ അന്ന് കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ വീണ്ടും രണ്ടുപേരെയും ഒരേ എന്താ പറയുക ഒരു മത്സരത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് കാണുമ്പോൾ. അപ്പോൾ കേരളത്തിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ രണ്ട് മുഖങ്ങളാണ് നമുക്കൊപ്പം ചേർന്നത്. അനസ് എടത്തൊടിക, CK വിനീത്. സൂപ്പർ ലീഗ് കേരള അതിഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. ജിഷ്ണു മീനങ്ങാടിയോടൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1. ഗൾഫ് ലൈഫ്